നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജൂഡി എന്ന ഒരു പെൺകുട്ടി അവളുടെ നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചുനിന്നു അവളുടെ ബോയ് ഫ്രണ്ടിനെ ഒരു കൊലപാതക കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം. ആൻഡ്രിയയുടെ മകളാണ് ജൂഡി. അവർ ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറി വരികയാണ്. അതിനൊരു കാരണമുണ്ട്. അവർ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ജൂഡിക്ക് ഒരു ആക്രമണം നേരിടേണ്ടി വന്നു. അതിൻ്റെ ഒരു ഷോക്ക് ഇപ്പോഴും അവളിൽ വിട്ടുമാറിയിട്ടില്ല. ആരെയും അവൾക്ക് വിശ്വാസമില്ല, ആരോടും അടുക്കുവാനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ ആൻഡ്രിയ അവളോട് പറയുന്നുണ്ട്, അന്നുണ്ടായ സംഭവത്തിൽ ആ അക്രമിയെ പോലീസ് വെടിവെച്ചിട്ടു. അതുകൊണ്ട് ഇനി അയാൾ നിന്നെ ഉപദ്രവിക്കില്ല. തന്നെയുമല്ല, ഈ സ്ഥലം വളരെ സേഫാണ്, നല്ല അയലത്തുകാരാണ്. ഇതൊക്കെ പറഞ്ഞ് അവളുടെ ആ ഒരു മാനസികാവസ്ഥ മാറ്റിയെടുക്കുവാൻ വേണ്ടി ആൻഡ്രിയ ശ്രമിക്കുകയാണ്. ജൂഡിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു ക്യാമറയുണ്ട്. ചുറ്റുപാടും ഫോട്ടോ എടുക്കുന്നത് അവളുടെ ഒരു ഹോബിയാണ്. എപ്പോഴും അവൾ പരിസരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരുടെ വീടിന് നേരെ എതിർവശത്താണ് നിക്ക് എന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നത്. അവന് ആകെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അയാൾക്ക് ദുബായിൽ ഓയിൽ ബിസിനസ്സാണ്. നിക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതിനോട് ചേർന്നുള്ള വീട്ടിൽ താമസിക്കുന്നത് ക്രിസ്റ്റീനയും അവളുടെ ആൻറ്റി ലിസ മില്ലറുമാണ്. ക്രിസ്റ്റീനയ്ക്ക് ലിസയും ലിസയ്ക്ക് ക്രിസ്റ്റീനയും മാത്രമാണുള്ളത്. ക്രിസ്റ്റീനയുടെ അമ്മ കൂടെ മരിച്ചു കഴിഞ്ഞ് അവൾക്ക് ആരുമില്ലാതെയായപ്പോൾ ലിസ അവളെ മകളെപ്പോലെ കൂടെ കൂട്ടിയതാണ്. അതുപോലെ ഇവരുടെ അയൽപ്പക്കത്തുള്ള ഒരാളാണ് ടെഡ്. ടെഡും ക്രിസ്റ്റീനയുമായി അടുത്ത് ഇടപഴകുന്നത് ലിസ മില്ലർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ടെഡിനെ പലപ്പോഴും ശക്തമായി വാൺ ചെയ്യുന്നുമുണ്ട്. ലിസ മില്ലറെ നമുക്ക് ചുരുക്കി ലിസ എന്ന് വിളിക്കാം. ലിസയ്ക്ക് ഇഷ്ടമല്ല നിക്കിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളുമൊന്നും. അവൾ അത് അവനോട് തുറന്ന് പറയുന്നുമുണ്ട്. അവർ ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് ജൂഡി ക്യാമറയിൽ പകർത്തുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ചുറ്റും എന്ത് കണ്ടാലും അതിലേക്കൊക്കെ ക്യാമറ തിരിക്കുന്നത് അവളുടെ ഒരു ഹോബിയാണെന്ന്. പക്ഷേ നിക്ക് ഒരു ദിവസം അത് കണ്ടുപിടിക്കും. ഒരു ദിവസം നിക്കിൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും ക്യാമറ അവിടെ ഉണ്ടായിരുന്നില്ല. പുതിയ അയലത്തുകാരെ പരിചയപ്പെടാൻ വേണ്ടി അങ്ങോട്ട് വരുന്ന ലിസയോട് ജൂഡി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ലിസ പറയുന്നത് ഇത് സേഫായ ഒരു സ്ഥലമാണ്, ആരും ഇവിടേക്ക് വരില്ല എന്നൊക്കെയാണ്. ഒരുപക്ഷെ അവളുടെ അനുഭവം കൊണ്ടാവാം അവൾക്ക് അതിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ലിസ അവളെ ആശ്വസിപ്പിച്ച ശേഷം ഒരു ലഞ്ചിനൊക്കെ ക്ഷണിച്ചിട്ട് അവിടെ നിന്നും പോയി. ക്യാമറ മോഷണത്തിൻ്റെ കഥ ജൂഡി ആൻഡ്രിയയോട് പറയുമെങ്കിലും അവൾ അത് വലിയ കാര്യമാക്കില്ല. പക്ഷേ ജൂഡിക്ക് ശരിക്കും ക്യാമറ നഷ്ടപ്പെട്ടതല്ല അവളുടെ പ്രശ്നം, അവിടെ ആരോ കടന്നു വന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വാശി പിടിക്കും. പക്ഷേ അവളുടെ അമ്മ ആൻഡ്രിയയെ സംബന്ധിച്ച് അതൊരു പുതിയ സ്ഥലം, നല്ല ആൾക്കാർ. വെറുതെ അവിടേക്ക് ആരെയെങ്കിലുമൊക്കെ സംശയിച്ച് പോലീസിനെ കയറ്റുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. തന്നെയുമല്ല, ജൂഡി നിക്കാണ് എടുത്തത് എന്നൊരു സംശയവും പറയുന്നുണ്ട്. ഒന്നാമത് അവളുടെ ഷൂട്ടിങ്ങൊക്കെ അവൻ കണ്ടുപിടിച്ചതാണല്ലോ. അങ്ങനെയിരിക്കെ ലിസ ലഞ്ചിന് വിളിച്ചതുകൊണ്ട് ആൻഡ്രിയയും ജൂഡിയയും അവിടെ പോകുന്നുണ്ട്. ആൻഡ്രിയയും ജൂഡിയും ലിസയും ക്രിസ്റ്റീനയും കൂടെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ നിക്കിൻ്റെ വർക്ക്ഷോപ്പിൽ കാറ് റേസ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് ലിസ പോലീസിനെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് വരുമ്പോൾ ക്യാമറയുടെ കാര്യം പറയാൻ ജൂഡി അവളുടെ അമ്മ ആൻഡ്രിയയെ നിർബന്ധിച്ചു. അങ്ങനെ ആൻഡ്രിയ അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. നിക്കിനെയാണ് സംശയമെന്ന് ജൂഡി പറയുകയും ചെയ്യും. പക്ഷേ പോലീസ് ആ വീട്ടിലെത്തുമ്പോൾ ക്യാമറ അവിടെ തന്നെയുണ്ട്. എന്നാലും നിക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവച്ചതാവും എന്നാണ് ജൂഡിയുടെ വാദം. സത്യത്തിൽ അത് ശരിയാണ്, അവനും അത് സമ്മതിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് നീ എൻ്റെ ഫോട്ടോ എടുത്തതും കുറ്റമാണ് എന്ന തരത്തിലാണ്. അതൊക്കെ പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു രാത്രിയാവുന്ന സമയം. അവളിങ്ങനെ ക്യാമറ അവിടെയും ഇവിടെയുമൊക്കെ ഫോക്കസ് ചെയ്ത് പുതിയ ലെൻസിൻ്റെ പെർഫോമൻസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിസയുടെ വീട്ടിൽ ഒരു നിഴൽ പതുങ്ങി നിൽക്കുന്നത് കാണുന്നു. ആ സമയത്ത് ക്രിസ്റ്റീനയും അവിടെയില്ല. പെട്ടെന്ന് തന്നെ അവൾ ക്യാമറ റെക്കോർഡ് ഓൺ ചെയ്തു വെച്ചിട്ട് അവിടെ ചെല്ലുകയും ലിസയോട് അവിടെ ആരോ പതുങ്ങി നിൽക്കുന്നത് കണ്ടു എന്ന് പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും കൂടി പരിഭ്രമിച്ച് അവിടെ മൊത്തം നോക്കുമെങ്കിലും അവിടെ ആരെയും കണ്ടെത്തുവാനാകുന്നില്ല. നിനക്ക് തോന്നിയതാവും, എന്തെങ്കിലും നിഴൽ കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ലിസ ജൂഡിയെ സമാധാനിപ്പിച്ച് വിടുകയും ചെയ്യും. പക്ഷേ അടുത്ത ദിവസം ക്രിസ്റ്റീന വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് വളരെ ഭയാനകമായ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ആരോ തലക്കടിച്ച് കൊന്ന രീതിയിൽ, അല്ലെങ്കിൽ തലയടിച്ച് വീണ് മരിച്ച രീതിയിൽ ലിസ മില്ലറുടെ ഡെഡ് ബോഡി ആണ് അവിടെ ക്രിസ്റ്റീനയ്ക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പോലീസൊക്കെ എത്തി. പോലീസിനോട് ജൂഡി അവൾ കണ്ട കാര്യങ്ങൾ, ആ ഷാഡോയെപ്പറ്റിയും പിന്നീട് നടന്ന സംഭവങ്ങളെപ്പറ്റിയുമൊക്കെ വിവരിക്കുന്നുണ്ട്. കൂടാതെ അവൾ ഒന്നുകൂടി പറയുന്നു അവൾക്ക് നിക്കിനെ സംശയമുണ്ട് എന്ന്. അതിന് അവൾ പറയുന്ന കാരണം
നിക്കിനെതിരെ ലിസ മുമ്പ് പോലീസിൽ പരാതിപ്പെട്ടതുകൊണ്ടാവും അവൻ ലിസയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ്. എന്നാൽ അവിടെ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ലാത്തതുകൊണ്ടും വീണ പൊസിഷനും ഒക്കെ വെച്ച് പോലീസ് ആദ്യമെത്തുന്ന നിഗമനം ലിസ കാല് തെന്നി തലയടിച്ച് വീണതാവും എന്നാണ്. എന്തായാലും ആ ഷോക്കിൽ നിന്നും കരകയറാൻ ക്രിസ്റ്റീന കുറച്ചു ദിവസം ആൻഡ്രിയയുടെയും ജൂഡിയുടെയും കൂടെ തങ്ങാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിക്കിനെ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. ആകെ വിഷമിച്ചിരിക്കുന്ന ക്രിസ്റ്റീന ജൂഡിയോട് ആരെയാ നീ കണ്ടത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവൾ കണ്ടത് നിഴലായതുകൊണ്ട് ആരാണ് എന്നവൾക്ക് വ്യക്തമായി പറയുവാൻ കഴിയുന്നില്ല. എന്നാൽ അപ്പോഴും അവളുടെ സംശയം അത് നിക്ക് ആണെന്നാണ്. എന്നാൽ ക്രിസ്റ്റീന പറയുന്നത് അവനാകാൻ വഴിയില്ല, അത് മിക്കവാറും ആക്സിഡന്റ് ആവും എന്നാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ജൂഡി പാത്തും പതുങ്ങിയും നിക്കിനെ വാച്ച് ചെയ്യുമ്പോൾ അവൻ ഫോണിൽ കൂടി എന്തിൻ്റെയോ കച്ചവടം ഉറപ്പിക്കുന്നത് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്നിട്ട് അവനത് വിൽക്കുവാനായി പോകുമ്പോൾ നിക്കറിയാതെ ജൂഡി അവനെ പിന്തുടരും. അങ്ങനെ അവനെ പിന്തുടർന്ന് അവർ ഒരു ക്ലബിലെത്തുന്ന സമയത്ത് അവൾക്ക് അവനെന്തോ ഒരു ബാഗിൽ അവിടെ ഒരാൾക്ക് കൈമാറുന്നത് കാണാൻ കഴിയും. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവർ അവളെയും കണ്ടു എന്ന് ഉറപ്പായപ്പോൾ അവൾ ആ കാര്യം നിക്കിനോട് തുറന്നു ചോദിച്ചു. നീ ഇപ്പോൾ വിറ്റത് ലിസ മില്ലറുടെ ആഭരണമല്ലേ എന്നും നിന്റെ വർക്ക്ഷോപ്പ് പൂട്ടിച്ചതുകൊണ്ട് അവരെ നീയല്ലേ കൊന്നത് എന്നും. അപ്പോൾ അവൻ തുറന്നു പറയുന്നത് വർക്ക്ഷോപ്പ് പൂട്ടിയത് നന്നായി, എനിക്ക് ടൗണിൽ വർക്ക്ഷോപ്പിൽ മറ്റൊരു ജോലി കിട്ടി, അത് കാരണം ഞാനിപ്പോൾ വിറ്റത് എൻ്റെ പഴയ ഉപകരണങ്ങളാണ് എന്നാണ്. അത് സത്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെടും. കൂടാതെ അവളോടുള്ള അവൻ്റെ കെയറിങ്ങും അവളിൽ നിക്കിനോട് ഒരടുപ്പമുണ്ടാക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലിസ മില്ലറുടെ ഓട്ടോപ്സി റിപ്പോർട്ടും പുറത്തു വന്നു. അതിൽ കാല് തെറ്റി തലയടിച്ച് വീണാലുണ്ടാവുന്ന ക്ഷതമല്ല അവരുടെ തലയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്തോ കൊണ്ട് ശക്തമായി തലയ്ക്ക് പിന്നിൽ അടിച്ച രീതിയിലാണ് അത്. അതുകൊണ്ട് തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് ഇപ്പോൾ പോലീസ് ഉറപ്പിച്ചു. നിക്ക് ഇതൊരിക്കലും ചെയ്യില്ല, ആക്സിഡന്റ് ആവും എന്ന് പറഞ്ഞ ക്രിസ്റ്റീന ഈ സമയം പോലീസിനോട് നിക്കാവും ഇതിനു പിന്നിൽ, ജൂഡിക്കും അവനെ സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജൂഡിക്ക് ഇപ്പോൾ നിക്കിനോടുള്ള സംശയമൊക്കെ മാറി അവൾ ടെഡിനെ സംശയിക്കാൻ തുടങ്ങിയിരുന്നു. അതും അവൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. എന്നാൽ പോലീസ് പറയുന്നത് വേണമെങ്കിൽ ഈ ക്രിസ്റ്റീനയെ പോലും സംശയിക്കാം. കാരണം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ലിസ മില്ലർ മുടക്കിയ $4 മില്യൺ അവകാശിയായി അവർ വെച്ചിരിക്കുന്നത് ക്രിസ്റ്റീനയെയാണ്. എന്നാൽ ക്രിസ്റ്റീന അപ്പോൾ പോലീസിനോട് പറയുന്നത് ഞാൻ അവരെ എൻ്റെ അമ്മയെക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്നാണ്. അതോടെ ക്രിസ്റ്റീന ആൻഡ്രിയയുടെയും ജൂഡിയുടെയും വീട്ടിൽ നിന്നും ലിസയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ലിസയുടെ വീട്ടിലേക്ക് വളരെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടുപോയ ക്രിസ്റ്റീന അവിടെ വരുന്ന ടെഡിനെ വാരിപ്പുണരുന്നതും അതിനിടയിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്ന് കണ്ടെത്തി എന്നൊക്കെ പറയുന്നതാണ്. തന്നെയുമല്ല അവൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, നീ തലക്കടിച്ച ആംഗിളിൽ മാറ്റമുണ്ട്, അതാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് എന്ന്. എൻ്റെ പണം എവിടെ എന്ന് ചോദിക്കുന്ന ടെഡിനോട് അവൾ അതിന് കുറച്ചുകൂടെ സമയമെടുക്കുമെന്നും എല്ലാം ശരിയാകുമെന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, സ്വന്തം മകളെപ്പോലെ ക്രിസ്റ്റീനയെ സ്നേഹിച്ച ലിസയെ ക്രിസ്റ്റീനയും ടെഡും ചേർന്ന് അവരുടെ പണം കൈക്കലാക്കാൻ വേണ്ടി കൊന്നതാണെന്ന്. അതിന് മുൻകൈയെടുത്തതും ചെയ്യിപ്പിച്ചതും ക്രിസ്റ്റീനയാണ്. ക്രിസ്റ്റീന ഒരു കാര്യം കൂടി ടെഡിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജൂഡി നീയും ലിസയുമായി തർക്കിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നും അത് പോലീസിനെ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഈ സമയം ജൂഡി അവളെടുത്ത ഫോട്ടോ നിക്കിനെ കാണിച്ചിട്ട് ടെഡിനെക്കുറിച്ചുള്ള അവളുടെ സംശയം അവനോട് തുറന്നു പറയുന്നുണ്ട്. നിക്ക് അവൻ്റെ പുതിയ ജോലിക്ക് കയറേണ്ട സമയമായതുകൊണ്ട് പോയിട്ട് വന്ന് ടെഡിനെ കാണാം എന്ന് അവളോട് പറഞ്ഞു. നിക്കിനെ കണ്ടാൽ കടിച്ചു കീറാൻ നടന്ന ജൂഡിക്ക് ഇപ്പോൾ നിക്കിനോട് കൂടുതൽ അടുപ്പമായി തുടങ്ങി. എന്നാൽ ഈ സമയം കൊണ്ട് ക്രിസ്റ്റീന ആ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയ തന്ത്രങ്ങൾ ടെഡിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്രിസ്റ്റീനയുടെ അടുത്തു നിന്നും ഇറങ്ങി വരുന്ന ടെഡിനെ കണ്ട് ജൂഡി അമ്പരന്നു പോയി. അവൾക്ക് കൂടുതൽ സംശയം തോന്നാൻ അത് മതിയല്ലോ. ഏതായാലും ക്രിസ്റ്റീനയും ടെഡും കൂടി ഒരു വണ്ടിയിൽ കയറി പോകുന്നത് കണ്ട ജൂഡി അതൊക്കെ ഫോട്ടോ എടുക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അവർ നേരെ പോയത് വിജനമായ ഒരു കാട്ടുപ്രദേശത്തേക്കാണ്. അവിടെ അവർ കുഴിച്ചിട്ടിരുന്ന ലിസയെ കൊല്ലുവാൻ ഉപയോഗിച്ച ആ ഇരുമ്പ് പൈപ്പ് അവിടെ നിന്നും എടുക്കുകയാണ്. അതൊക്കെ പിറകെ പോയ ജൂഡി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭാഗ്യത്തിനാണ് ജൂഡി അവരുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. എന്നാൽ കാര്യങ്ങൾ അവൾക്ക് മുന്നിൽ വ്യക്തമായി വരികയായിരുന്നു. പക്ഷേ ആ പൈപ്പ് എന്തിനുപയോഗിച്ചതാണ് എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ടെഡുമായുള്ള ക്രിസ്റ്റീനയുടെ അടുപ്പത്തിൽ അവൾക്ക് സംശയം ബലപ്പെട്ടു. അവൾ ഇതൊക്കെ അവളുടെ അമ്മയായ ആൻഡ്രിയയോട് പറയുന്നുണ്ട്. എന്നാൽ അവർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഇതൊന്നും അവരെ കൊലപാതകികൾ ആക്കാനുള്ള കാരണമേ അല്ല. നീ വെറുതെ അയൽക്കാരെ മൊത്തം സംശയിക്കുകയാണ് എന്ന് പറഞ്ഞ് ജൂഡിയെ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ക്രിസ്റ്റീനയുടെ ബുദ്ധി അനുസരിച്ച് ടെഡ് ലിസയെ കൊല്ലുവാൻ ഉപയോഗിച്ച ആ പൈപ്പ് നിക്കിന്റെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നു. ഈ സമയം അവിടെ വരുന്ന നിക്കും ജൂഡിയും ഇതറിയുന്നില്ല.
എന്നാൽ ടെഡ് പിടിക്കപ്പെടാതെ ഇരിക്കുവാനായി ക്രിസ്റ്റീന ജൂഡിയെ വിളിച്ച് അവൾക്ക് ജൂഡിയെ കാണണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ജൂഡി ക്രിസ്റ്റീനയുടെ അടുത്തേക്കും നിക്ക് അവൻ്റെ അച്ഛനെ പിക്ക് ചെയ്യുവാനായും പോകുന്നു. എന്നാൽ ഇവിടെ ടെഡിന് നിക്കും ജൂഡിയുമായുള്ള അടുപ്പം മനസ്സിലാവുന്നു. ക്രിസ്റ്റീനയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ക്രിസ്റ്റീനയുടെ അടുത്തെത്തുന്ന ജൂഡിയോട് അവൾ നിക്കിനെ കൊലപാതകയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ജൂഡി അത് നിഷേധിക്കും. അപ്പോൾ ക്രിസ്റ്റീന പറയും, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എനിക്കറിയാം, അതാണ് നിന്റെ മനസ്സ് മാറിയത്. അപ്പോൾ ജൂഡി, നീ എന്തിനാ നിന്റെ മനസ്സ് മാറ്റിയത്? നീ ആദ്യം പറഞ്ഞത് നിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നല്ലേ? അങ്ങനെ അവർ തമ്മിലൊരു തർക്കമൊക്കെ കഴിഞ്ഞ് ജൂഡി അവളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. എന്നാൽ അടുത്ത ദിവസം നിക്കിനെ കാണാൻ ജൂഡി എത്തുമ്പോൾ നിക്കിന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. നിക്കും ജൂഡിയുമായി കിസ്സൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് പോലീസ് അവിടേക്ക് വന്നു നിക്കിന്റെ വീട് പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ ആ വീട് പോലീസ് അരിച്ചു പെറുക്കി. അവർ മുമ്പ് ടെഡ് അവിടെ കൊണ്ടുവച്ച ആ ഇരുമ്പ് പൈപ്പ് അവിടെ നിന്നും കണ്ടെടുത്തു. നിക്ക് എനിക്കൊന്നും അറിയില്ല, ആരെങ്കിലും കൊണ്ടുവച്ചതാവും എന്നൊക്കെ പറയുമെങ്കിലും പോലീസ് അത് സമ്മതിക്കില്ല. ജൂഡി ഈ സമയം അവരോട് പറയുന്നുണ്ട്, ഇത് ക്രിസ്റ്റീനയും ടെഡും കൂടി കാട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്നത് ഞാൻ കണ്ടു എന്നും എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട് എന്നുമൊക്കെ. പക്ഷേ അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ പറയുന്ന കള്ളങ്ങൾ മാത്രമായിട്ടാണ് പോലീസ് അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിക്കിനെ പോലീസ് കൊണ്ടുപോകുന്നത് ടെഡിയും ക്രിസ്റ്റീനയും കണ്ടുകൊണ്ട് നിൽക്കുന്നു. അവരുടെ പ്ലാൻ വിജയിച്ചതിൽ അവർ വളരെ ഹാപ്പിയായിരുന്നു. ഈ സമയം എന്തായാലും നിക്ക് ജയിലിൽ ആവുകയാണ്. ജൂഡി ആൻഡ്രിയയോട്, നിക്കല്ല ഇത് ചെയ്തത്, നിക്കിനെ എനിക്ക് നന്നായി അറിയാം, ഇത് ക്രിസ്റ്റീനയും ടെഡും ഫ്രെയിം ചെയ്ത കേസാണ്, ഞാൻ കണ്ടതാണ് സത്യങ്ങളൊക്കെ, നമുക്ക് നിക്കിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറയുമെങ്കിലും ആദ്യം ആൻഡ്രിയ അത് സമ്മതിക്കില്ല. പക്ഷെ പിന്നീട് അവളുടെ കൂടെ ജയിലിലെത്തി അവനെ കാണുന്നു. ഈ സമയം നിക്ക് ആണയിട്ട് പറയുന്നുണ്ട് അവനത് ചെയ്തിട്ടില്ല എന്നും ആ സംഭവിക്കുന്ന സമയത്ത് അവൻ വീട്ടിലിരുന്ന് TV കാണുകയായിരുന്നു എന്നും. ജൂഡി നല്ല കുട്ടിയാണ്, സ്മാർട്ടാണ്, ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ ജയിലിലാകും എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പാവം നിക്ക് ഇപ്പോൾ വളരെ നെർവസ് ആയിരുന്നു. ഏകദേശം ആൻഡ്രിയയ്ക്കും അത് മനസ്സിലായി കഴിഞ്ഞു അവനത് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ക്രിസ്റ്റീനയ്ക്കും ടെഡിനുമെതിരെ തെളിവുകളൊന്നുമില്ലല്ലോ. ക്രിസ്റ്റീന അപ്പോൾ പറയുന്നത് അവർക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തണമെന്നാണ്. അതിന് അവൾ പറയുന്ന ഐഡിയ ആൻഡ്രിയ ഒരു ക്യാമറ അറേഞ്ച് ചെയ്തിട്ട് ടെഡിനെ ഫോളോ ചെയ്യണമെന്നും ജൂഡി ക്രിസ്റ്റീനയെ ഫോളോ ചെയ്യാമെന്നുമാണ്. പക്ഷേ ആൻഡ്രിയയ്ക്ക് അത് സമ്മതമല്ലായിരുന്നു. അവൾ പറഞ്ഞു അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും, അതൊന്നും വേണ്ട, നിക്കിന്റെ അച്ഛൻ ഒരു നല്ല ലോയറെ വെച്ചുകൊള്ളും, തന്നെയുമല്ല അവളെ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ സമ്മതിക്കില്ല എന്നും ആൻഡ്രിയ ഈ സമയം അവളോട് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലെത്തി. ആൻഡ്രിയ ജൂഡിയെ പുറത്തു പോകാൻ സമ്മതിക്കില്ല. ജൂഡിയാണെങ്കിൽ അല്പസമയം കിടക്കണമെന്ന് പറഞ്ഞ് റൂമിൽ തന്നെ കിടക്കുകയാണ്. ആൻഡ്രിയ റൂം ലോക്ക് ചെയ്ത് ആഹാരമുണ്ടാക്കുവാനായി പോകുമ്പോൾ ജൂഡി ആ റൂമിന്റെ ജനാല വഴി താഴേക്ക് ചാടിയിറങ്ങി ടെഡിന്റെ വീട്ടിലെത്തി. അവിടെ നിന്നും കൂടുതൽ തെളിവ് ശേഖരിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷേ ടെഡ് അവളെ വീട്ടിലേക്ക് കയറ്റുന്നില്ല. എന്നാൽ ബാത്റൂമിൽ പോകണം, അവളുടെ ഐ കോണ്ടാക്ട് ലെൻസ് പൊസിഷൻ മാറി എന്നൊക്കെ പറഞ്ഞ് അവൾ ആ വീടിന്റെ ബാത്റൂമിലെത്തി. ബാത്റൂമിന്റെ ജനൽ ഗ്ലാസ് ലോക്ക് മാറ്റി വെച്ചിട്ട് അവൾ തിരിച്ചു പോരുന്നു. പിന്നീട് ടെഡ് പുറത്തു പോകുന്ന സമയം നോക്കി അവൾ ആ ബാത്റൂമിന്റെ ജനാല വഴി ആ വീട്ടിൽ കയറി. പക്ഷേ അപ്പോഴേക്കും ക്രിസ്റ്റീനയും ടെഡിന്റെ വീട്ടിലെത്തിയിരുന്നു. അവൾ കാണാതെ ബാത്റൂമിൽ മറഞ്ഞു നിന്ന് ജൂഡി അവളെ നിരീക്ഷിക്കുകയും അവിടെ നടക്കുന്നത് ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നു. ഈ സമയം പുറത്തുപോയ ടെഡ് തിരിച്ചു വന്നു. ക്രിസ്റ്റീന ടെഡിനോട് നമുക്കിവിടെ നിന്നും മാറാമെന്നും ഉടനെ ഒരു ബീച്ച് ഹൗസ് നമുക്ക് കിട്ടുമെന്നുമൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പരസ്പരം കെട്ടിപ്പുണരുകയാണ്. അപ്പോഴും അവർ അറിയുന്നില്ല ജൂഡി ഇതെല്ലാം കാണുന്നുണ്ട് എന്നും ക്യാമറയിൽ പകർത്തുന്നുണ്ട് എന്നും. പിന്നീട് അവിടെ നടന്നത് ജൂഡിയെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു തോക്കെടുത്ത് സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ ക്രിസ്റ്റീന ടെഡിനെ വെടിവെച്ചു കൊല്ലുന്നു. ഇതെല്ലാം ക്യാമറയിൽ കിട്ടി. പക്ഷേ അപ്പോഴേക്കും മെമ്മറി ഫുള്ളായി. ക്യാമറ ബീപ്പ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ജൂഡി മെമ്മറി കാർഡ് ചേഞ്ച് ചെയ്ത് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങി. തോക്കെടുത്ത് മരിച്ചു കിടക്കുന്ന ടെഡിന്റെ കയ്യിൽ പിടിപ്പിച്ച് തെളിവുകൾ നശിപ്പിച്ച് അവിടെ നിന്നും പോകുവാനൊരുങ്ങുന്ന ക്രിസ്റ്റീന പെട്ടെന്ന് തന്നെ ജൂഡിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ ബാത്റൂം വാതിൽ തള്ളി തുറന്ന് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി അവളെ തോക്കിൻ മുനയിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയം ജൂഡിയെ അന്വേഷിച്ച് ജൂഡിയുടെ റൂമിലെത്തിയ ആൻഡ്രിയ മനസ്സിലാക്കി ജനാല വഴി അവൾ പുറത്തുപോയി എന്ന്. അവളെ അന്വേഷിച്ച് പുറത്തിറങ്ങിയ ആൻഡ്രിയ കാണുന്നത് ക്രിസ്റ്റീന അവളുമായി ടെഡിന്റെ കാറിൽ പോകുന്നതാണ്. എന്തോ പന്തികേട് തോന്നിയ ആൻഡ്രിയ അവരെ പിന്തുടർന്നു. ജൂഡിയുമായി ആ വിജനമായ വനപ്രദേശത്തെത്തിയ ക്രിസ്റ്റീന അവളുടെ ക്യാമറ അവളെ കൊണ്ട് തന്നെ നശിപ്പിക്കുന്നു. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല ജൂഡി മെമ്മറി കാർഡ് മാറ്റിയ കാര്യം. അതിനുശേഷം ജൂഡിയെ കൊണ്ട് ഒരു കുഴിയെടുപ്പിച്ച് അവളെ കൊന്ന് അതിലിട്ട് മൂടുവാനാണ് ക്രിസ്റ്റീനയുടെ പ്ലാൻ. അപ്പോഴേക്കും അവരെ പിന്തുടർന്ന് ആൻഡ്രിയയും അവിടെ എത്തി. ആൻഡ്രിയയെ ഷൂട്ട് ചെയ്യുന്ന ക്രിസ്റ്റീനയുടെ തോക്ക് ജൂഡി ഷവലിനടിച്ച് താഴെയിട്ടു.
പക്ഷേ അടുത്ത നിമിഷം ക്രിസ്റ്റീന ജൂഡിയെ തള്ളിത്താഴെയിട്ട് അവളെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അവൾ കയ്യിൽ കെട്ടിയ ആ പൊട്ടിയ ക്യാമറ ഉപയോഗിച്ച് ക്രിസ്റ്റീനയെ തലക്കടിച്ച് വീഴ്ത്തി. പെട്ടെന്ന് തന്നെ താഴെ കിടന്ന് തോക്കെടുത്ത് ജൂഡിക്ക് നേരെ നീട്ടിയ ക്രിസ്റ്റീനയെ ആൻഡ്രിയ അടിച്ചു വീഴ്ത്തി. അങ്ങനെ അവളെ കീഴ്പ്പെടുത്തി അവർ പോലീസിൽ ഏൽപ്പിക്കുകയും നിക്കിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. മുൻപ് തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം അവൾ നിക്കിനോട് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്.